എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പല വാർത്തകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് KYC നടപടി വീണ്ടും ചെയ്യണമോ എന്ന് ചോദിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളോട് എല്ലാവരുമോടുമായി KYC ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ആധാറുമായിട്ട് അക്ഷയയിലെത്തി KYC ചെയ്യണമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ PM കിസാൻ വെബ്സൈറ്റിലോ ഇത്തരം ഒരു അറിയിപ്പ് വരാത്തോളത്തോളം കാലം അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. എല്ലാവരും KYC പൂർത്തീകരിക്കണം എന്ന തരത്തിലുള്ള അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. മറിച്ചുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി 23ാമത്തെ ഗഡു ഒരു പ്രശ്നവും ഇല്ലാതെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് കൂടാതെ തന്നെ അടുത്ത 24ാം ഗഡുവും ലഭിക്കുന്നതാണ്. 24ാമത്തെ ഗഡുവിന്റെ വിതരണം എന്നുണ്ടാകും എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ്. ഒക്ടോബർ മാസം അവസാനം അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ഈ ഒരു PM കിസാൻ സമ്മാൻ നിധിയുടെ 24ാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകും. 5 വർഷം കൂടി PM കിസാൻ സമ്മാൻ നിധി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനുവേണ്ട ഫണ്ട് ഇപ്പോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിരുന്നു. അപ്പൊ 5 വർഷം കൂടി തുടർച്ചയായിട്ട് ഈ ഒരു PM കിസാൻ സമ്മാൻ നിധി ലഭിക്കും. പക്ഷെ ഈ ഒരു തുകയിൽ ഒരു വർധനവും ഉണ്ടാകില്ല. ഒരു വർഷത്തിൽ 6000 രൂപ 3 ഗഡുക്കളായിട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും ലഭിക്കുക. അതിനുള്ള ഒരു തുകയാണ് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത്. ഇനി ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഇനി എന്ത് മാറ്റം 2029 നടക്കുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പ് മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. അതിനു മുമ്പ് ഒരു മാറ്റവും ഉണ്ടാകില്ല. 3 ഗഡുക്കളായിട്ട് 6000 രൂപ തന്നെയായിരിക്കും PM കിസാൻ സമ്മാൻ നിധിയിൽ വാങ്ങുന്നവർക്ക് ലഭിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് KYC നടപടികൾ ആരും ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റസിൽ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രം KYC അല്ലെങ്കിൽ KYC ചെയ്യുക. അല്ലാത്തവർ KYC നടപടിക്ക് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ ഇപ്പോൾ പോകേണ്ടതില്ല. അത് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു തുക മുടങ്ങില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഗ്നിസാർ കർഷക രജിസ്ട്രേഷൻ ആണ്. അത് ഇപ്പോൾ നിർബന്ധമില്ല എങ്കിലും ഭാവിയിൽ ഈ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി നിർബന്ധമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു കാര്യം എല്ലാവരും ചെയ്യുക. അഗ്നിസാർ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ ഫസൽ ബീമ യോജന കർഷക ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ അതിലേക്ക് നിശ്ചിത തുക അടച്ചുകൊണ്ട് ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാത്ത ആളുകൾ നിർബന്ധമായിട്ടും ചേരുക. വളരെ ചുരുങ്ങിയ ഒരു 100 രൂപക്ക് താഴെയുള്ള വളരെ ചെറിയ ഒരു തുക മാത്രമാണ് വരുന്നത്. എന്ത് തരത്തിലുള്ള കൃഷിനാശം സംഭവിച്ചാലും അതിനുള്ള നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SMAM പദ്ധതി പ്രകാരം കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ പകുതി വിലക്ക് 80% വരെ വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ തുടരുകയാണ്. സെപ്റ്റംബർ 15 വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകരും PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ.